ഈശോ സ്തുതിയായിരിക്കട്ടെ. ഈശോ നമ്മളെല്ലാവരെയും ഇന്ന് സമ്മർദ്ദമായി അനുഗ്രഹിക്കട്ടെ. നമുക്ക് നമ്മുടെ നോമ്പുകാല ചിന്തകളിലേക്ക് കിടക്കാം. നമുക്കിന്ന് ജെറമിയയുടെ പുസ്തകത്തിലെ 3-ാം അധ്യായത്തിലെ 14-ാം തിരുവചനം. വചനത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: അവിശ്വസ്തരായ മക്കളെ, തിരിച്ചു വരുവിൻ, ഞാൻ മാത്രമാണ് നിങ്ങളുടെ നാഥൻ. പ്രൈസ് ദി ലോർഡ്. അവിശ്വസ്തരായ മക്കളെ, പിതാവ് പറയാണ്, മക്കളെ തിരിച്ചു വരുവിൻ, ഞാൻ മാത്രമാണ് നിങ്ങളുടെ നാഥൻ. ആത്മശോധനയുടെയും അനുതാപത്തിൻ്റെയും ഒരു മടക്കയാത്രയുടെയും അവസരമാണ് നമ്മുടെ നോമ്പുകാലം. ഉടമ്പടിയുടെ കൽപ്പനകൾ ലംഘിച്ച് തന്നിൽ നിന്ന് അകന്നുപോയി ജനത്തെ തങ്ങളുടെ സൃഷ്ടാവും രക്ഷകനും നാഥനുമായ പിതാവുമായ തൻ്റെ അടുത്തേക്ക് മടങ്ങി വരാനുള്ള ആഹ്വാനമായ ദൈവം അനേകം പ്രവാചകന്മാരെ ഭൂമിയിലേക്ക് അയച്ചിരുന്നു. മിക്കവാറും എല്ലാ പ്രവാചകന്മാരുടെയും സന്ദേശത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു തിരിച്ചു വരാനുള്ള ക്ഷണം. ദൈവം ഇസ്രായേലുമായി ചെയ്ത ഉടമ്പടിയെ ഒരു വിവാഹ ഉടമ്പടിയോടാണ് പ്രവാചകന്മാർ ഉപമിച്ചത്. പ്രത്യേകിച്ചും ഹോസിയായും ജെറമിയായും അതിനാൽ ഉടമ്പടി ലംഘനത്തെ വ്യഭിചാരമായി അവർ ചിത്രീകരിച്ചിട്ടുണ്ട് വചനത്തിൽ. വിഗ്രഹാരാധന ഇതിൻ്റെ ഏറ്റവും വ്യക്തമായ ഉദാഹരണമായിട്ട് അവർ വരച്ചു കാണിച്ചിട്ടുണ്ട്. ദൈവം നൽകിയ നിരവധിയായ അനുഗ്രഹങ്ങൾ ദുരുപയോഗിച്ച് ഉടമ്പടി ലംഘനത്തിലൂടെ അവിശ്വസ്തരായി തീർന്ന നമ്മെ ദൈവം പാപങ്ങൾ ക്ഷമിച്ച് അവിശ്വസ്തയുടെ മുറിവുണ്ടാക്കി വീണ്ടും സ്വന്തം ജനമായി സ്വീകരിക്കും. അതിനാവശ്യമായ മടക്കയാത്ര ദൈവം തന്നെ സാധ്യമാക്കും. ഞാൻ അവളെ വശീകരിച്ച് വിജന പ്രദേശത്തേക്ക് കൊണ്ടുവരും, അവളോട് ഞാൻ ഹൃദ്യമായി സംസാരിക്കും. ഈജിപ്തിൽ നിന്ന് പുറത്തു വന്ന പോലെ അവിടെ വെച്ച് അവൾ എൻ്റെ വാക്ക് കേൾക്കും. ഹോസിയ പ്രവാചകനിലൂടെ ദൈവം പറഞ്ഞ വാക്കുകളാണ്. മടങ്ങി വരിക മക്കളെ, ഞാൻ മാത്രമാണ് നിങ്ങളുടെ നാഥൻ. ആദ്യ അനുഭവത്തിലേക്ക് മടങ്ങി വരിക. ദൈവത്തിൻ്റെ കരുണയും കരുതലും വീണ്ടും അനുഭവിച്ചറിയുക. അവിടുത്തെ സംരക്ഷണത്തിൽ കീഴിൽ സ്വയം വിട്ടുകൊടുക്കുക. ഇതിനെല്ലാം ഒരു മടക്കയാത്ര ആവശ്യമാണ്. മടങ്ങി വരണമെങ്കിൽ എവിടെയാണ് നമുക്ക് വഴി തെറ്റിയതെന്ന് സത്യം തിരിച്ചറിയണം. എന്നാൽ മാത്രമേ മടങ്ങി വരാൻ പറ്റുള്ളൂ. നമ്മൾ പോകുന്ന വഴി ശരിയല്ലെന്ന തോന്നലുണ്ടായാൽ മാത്രമേ നമുക്ക് മടങ്ങി വരവിനെ കുറിച്ച് ചിന്തിക്കാൻ സാധിക്കുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് വഴി തെറ്റിയെന്ന് മനസ്സിലാവുകയും വേണം. ഈ വഴി തെറ്റിയത് മനസ്സിലായാൽ മാത്രമേ നമുക്ക് തിരിച്ചു വരാനുള്ള പ്രചോദനം ലഭിക്കൂ. ജെറമിയയിലൂടെ ദൈവം നൽകുന്ന ആഹ്വാനം ഇവിടെ പ്രസക്തമാകുന്നു. കർത്താവ് അരുളി ചെയ്യുന്നു, വഴിക്കവലകളിൽ നിന്ന് ശ്രദ്ധിച്ചു നോക്കുക, പഴയ പാതകൾ അന്വേഷിക്കുക, നേരായ മാർഗം തേടി അതിൽ സഞ്ചരിക്കുക. ജീവിത വഴികളിലെ ചൂണ്ടുപലകളാണ് ദൈവകൽപ്പനകൾ. വിശുദ്ധ ഗ്രന്ഥത്തിലെ ഉൽപ്പത്തി മുതൽ വെളിപ്പാടുള്ള പുസ്തകങ്ങൾ ഒരുപാട് ദൈവകൽപ്പനകൾ, 10 കൽപ്പനകളെ കുറിച്ചല്ല പറയുന്നത്, ഒരുപാട് കൽപ്പനകൾ ദൈവം സമയാസമയങ്ങൾ തരുന്നുണ്ട്. അവയ്ക്ക് പകരം വഴിതെറ്റിക്കുന്ന പരസ്യപ്പലകൾ വഴിയിൽ ധാരാളം കണ്ടെന്ന് വരാം. ധനവും സുഖവും പേരും പ്രശസ്തിയും അധികാരവും അംഗീകാരവും എല്ലാം സമൃദ്ധമായി വാഗ്ദാനം ചെയ്യുന്ന കപട പരസ്യങ്ങൾ എല്ലാവിടെയും ഉണ്ട്. അവയുടെ മാസ്മരികതയിൽ മതിമയങ്ങി പിന്നീട് വ്യക്തതാബോധത്തിലേക്കും നിരാശയിലേക്കും അലയുമ്പോൾ കർത്താവ് നയിക്കുന്ന വഴിയിലേക്ക് മടങ്ങി വരണം. തിരിച്ചറിയണം നമ്മുടെ വഴി തെറ്റി, നമുക്ക് മടങ്ങി വരണം. അതിനായി അവിടുത്തെ സ്വരത്തിന് കാതോർക്കണം. അവിടുത്തെ സ്നേഹവും കരുണയും അനുഭവിച്ചറിഞ്ഞ നാളുകൾ ഓർത്തെടുക്കണം. പലപ്പോഴും നമുക്കറിയാം, നമ്മൾ ജോലിക്കായിട്ട് ഒരു പ്രത്യേക സിറ്റിയിൽ എവിടെയെങ്കിലും ചെല്ലുമ്പോൾ ശരിയായ ഭക്ഷണം ലഭിക്കാതെ വരുമ്പോൾ അപ്പോഴാണ് അമ്മ അടുത്തിരുന്ന് വിളമ്പി തന്ന ഭക്ഷണത്തിൻ്റെ സ്വാദിനെക്കുറിച്ച് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുള്ളൂ. പട്ടിണി കിടക്കുമ്പോൾ മാത്രമേ ഭക്ഷണത്തിനെ കുറിച്ചുള്ള സ്വാദ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ദൈവത്തിൻ്റെ പൈതൃക സ്നേഹം അതാണ്. മടക്കയാത്രയ്ക്ക് പ്രേരകമായി നിൽക്കുന്ന ഏറ്റവും വലിയ വാഗ്ദാനം വിശ്വസ്തരായ മക്കളുടെ തിരിച്ചുവരവിന് വേണ്ടി കാത്തിരിക്കുന്ന പിതാവാണ് ദൈവം.
ധൂർത്തപുത്രന്റെ മടങ്ങി വരിക കാത്തുന്ന പിതാവിനെ പോലെ ദൈവം കാത്തിരിക്കുകയാണ്. അതിനാൽ ഭയം വേണ്ട, നിരാശയും വേണ്ട. പിതാവിന്റെ ഭവനത്തിലേക്ക്, ഹൃദയത്തിലേക്ക് മടങ്ങി വരെയുള്ള അവസരമാകട്ടെ നമ്മുടെ ഈ നോയമ്പ് കാലം. അതിനുവേണ്ടി പ്രയത്നിക്കുക. നമ്മുടെ വഴി എവിടെയെല്ലാം തെറ്റുണ്ടോ എന്നുള്ള തിരിച്ചറിയുക. നമ്മൾ ചിന്തിക്കുക, വഴി തെറ്റിയെങ്കിൽ അധികം അമാന്തം വേണ്ട, ഉടനടി തിരിക്കുക. നമുക്ക് തിരിച്ചു പോകേണ്ട വഴിയിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ചൂണ്ടുപലകൾ, ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് എത്താനുള്ള ചൂണ്ടുപലകൾ നമുക്ക് തന്നെ മുന്നിൽ വെളിച്ചമായിട്ട് കടന്നു വരും. പ്രിയമുള്ളവരെ, നമുക്ക് ഈ നോയമ്പ് കാലം വിട്ടുകൊടുക്കുക. ചെറുമയിലൂടെ പറഞ്ഞ പോലെ, അവിശ്വസ്തരായ മക്കളെ തിരിച്ചൊരുവിൻ, ഞാൻ മാത്രമാണ് നിങ്ങളുടെ നാഥൻ. ആ നാഥനിലേക്ക് തിരിച്ചു വരാനുള്ള പ്രയാണം നമുക്ക് ആരംഭിക്കാം. അതിനു വേണ്ടിയിട്ട് നമുക്ക് ഒരുങ്ങാം. ദൈവം നമ്മൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ.